രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന്റെ ഇടയില് ഗിരി നിന്നെ പിടിച്ച് കൊന്നു കളഞ്ഞാലും എനിക്ക് ഒരു വിരോധമല്ല. പക്ഷേ ശങ്കരന്റെ മോളെ എന്റെ വീട്ടിലെ മരുമോളായിട്ട് നീ കൊണ്ടുവരില്ല. നമ്മളിപ്പോ പെട്ടിരിക്കുക ഡാഡി. ഈ കാര്യത്തിന് ഇത്രയും വാശി പിടിക്കേണ്ട ആവശ്യമുണ്ടോ ഡാഡി? എടാ, ശങ്കരൻ എങ്ങനെയാ മരിച്ചെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഈ കൈയോണ്ടാ ഞാൻ അവനെ കൊന്നേ. അവന്റെ മകളെ എന്ത് വിശ്വസിച്ചാടാ ഞാൻ എന്റെ മരുമകളായിട്ട് വീട്ടിൽ കയറ്റുന്നേ? അതിന് അവൾക്ക് ശങ്കരൻ എന്താ സംഭവിച്ചെന്ന് അറിയില്ലല്ലോ. അയാളുടെ ഏതൊരു കസ്റ്റഡി മരണമാണെന്നല്ലേ നാട്ടുകാരെ പോലെ അവളും വിശ്വസിക്കുന്നത്. പിന്നെ എന്താ കുഴപ്പം? ഇവനെ എന്ന് ഞാൻ... എടാ മോനെ, ഇങ്ങനെയുള്ള സത്യങ്ങളൊന്നും അധികാലം ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒരിക്കലും അത് പുറത്തു വരുമ്പോ കുടുംബത്തിൽ അതിനെ ചൊല്ലി വഴക്കുണ്ടാവരുത്. ഇവളെ നമുക്ക് ആ കാര്യത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവളുടെ അച്ഛനെ കൊന്ന ആളാ. സത്യം പറഞ്ഞാൽ കിട്ടുന്ന ആദ്യത്തെ അവസരത്തില് അവൾ എനിക്ക് കാപ്പിയിൽ വിഷം കലക്കി തരും. അങ്ങനെ ഒന്നും സംഭവിക്കില്ല ഡാഡി. നിനക്ക് എങ്ങനെയാ ഇത്രയും എളുപ്പത്തിൽ ഇതൊക്കെ തള്ളിക്കളയാൻ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവളുടെ പക എന്നോട് മാത്രമായിരിക്കില്ല, നിന്നോടും ശാലിനിയോടും നമ്മുടെ കുടുംബത്തിനോടും മൊത്തം ഉണ്ടാവും. അവളിപ്പോ എന്റെ കുഞ്ഞിന്റെ അമ്മയല്ലേ, അപ്പോ ചിലതൊക്കെ മറക്കാനും പൊറുക്കാനും തയ്യാറാവും. എടാ, അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ നിൽക്കാതെ ഇവിടുന്ന് രക്ഷപ്പെട്ട് ഓടാൻ നോക്ക്. സ്വപ്നയുടെ വയറ്റി വളരുന്ന ജീവൻ വെറും ഒരു അബദ്ധം മാത്രമാ. ഞാൻ ഡാഡിക്ക് പറ്റിയ അബദ്ധമാണെന്ന് പലപ്പോഴും ഡാഡി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്റെ കുഞ്ഞിനോട് ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല.